ഗൈസ്, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളുടെ ഇപ്പോൾ ഈ പറയുന്ന ഈ നമ്മൾ കള്ളു കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് എക്സ്പെൻസ് കൂടാൻ വളരെ സാധ്യതയാണ്. എക്സ്പെൻസും ലോണും ഓക്കെ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് കുപ്പികൾ മേടിക്കും. അപ്പോൾ ചിലപ്പോൾ 1000 രൂപയുടെ കുപ്പിയായിരിക്കും, ചിലപ്പോൾ 1500 ആയിരിക്കും, ചിലപ്പോൾ 800. നമ്മുടെ പൈസയുടെ അനുസരിച്ച് നമ്മൾ കൂടിയ കുപ്പികൾ മേടിക്കും. അപ്പോൾ നമ്മളിതൊരു പാനീയമാണല്ലോ. ജ്യൂസ്, വെള്ളം, ഇതേപോലൊരു പാനീയമാണല്ലോ. അപ്പോൾ അത് കുടിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് ഫുഡിനും ഇതിനൊക്കെ പൈസ ചിലവാകും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നോർമലായിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ നമുക്കൊരു ലിമിറ്റ് ഉണ്ടാവും. അപ്പം ആ ലിമിറ്റിനപ്പുറം പോകുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവും, നമ്മൾ ബഡ്ജറ്റിന് മേളിൽ പോയല്ലോ. ഇതല്ല, നമ്മളത് എല്ലാം അടിച്ചിട്ട് ഇത്രയും പോയല്ലോ, കുപ്പിയുടെ പൈസ പോയല്ലോ. അപ്പോൾ ആ പൈസ വരെയാണ് നമ്മുടെ ഒരു കണക്ക്. നമ്മൾ ഫുഡിൻ്റെ മിനിമം നമ്മൾ 1000 രൂപയുടെ കണക്ക് വെച്ചിട്ടാണ് പിന്നെ നോക്കുന്നത്. പിന്നെ നമ്മളത് കുപ്പി കൂടുന്തോറും നമ്മുടെ ബഡ്ജറ്റിൻ്റെ മാറും. നമ്മുടെ ഇൻകം സോഴ്സ് അല്ല നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ബഡ്ജറ്റ് മാറി എന്നൊരു അബദ്ധ സങ്കല്പം നമുക്ക് വരും. അപ്പോൾ നമ്മൾ ഒരുപാട് കടമെടുക്കുക, നമ്മൾ 1000 2000 രൂപയ്ക്കൊക്കെ ഇങ്ങനെ ദിവസം പോയി അങ്ങ് കുടിച്ച് നമ്മൾ കടം കയറി അവസാനം പിന്നെ ലോൺ അടയ്ക്കാനായിട്ട് കുടി നിർത്തി നമ്മളതിലെ ലോണെല്ലാം അടച്ച് ഡീസൻ്റായിട്ട് നമ്മൾ പിന്നെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ജീവിക്കുന്നതാണ് നല്ലത്.